എഡ്യൂക്കേഷൻ. അപ്പോൾ എന്തായാലും നമ്മുടെ ബയോളജിയുടെ എക്സാം നടക്കാൻ പോവാണ്. എല്ലാവരും അതിൻ്റെ ഒരു ടെൻഷനിലായിരിക്കുന്ന മിസ്സിന് അറിയാം. അപ്പോൾ എന്തായാലും നിങ്ങളുടെ എക്സാമിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ നിങ്ങൾ ആദ്യം കാണാൻ പോകുന്നത് അതിലുള്ള 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നിങ്ങൾക്ക് 4 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ആ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ആയിരിക്കാം എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുക മറക്കരുത്, ഇടയിൽ വെച്ച് നിർത്തി പോവരുത്. റെഡി? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓരോരോ ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഞാൻ ഇവിടുന്ന് ക്വസ്റ്റ്യൻ പറയുന്നതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ ആൻസേഴ്സ് എഴുതി വെക്കുക. യെസ്, where does digestion begin in hydra? ഹൈഡ്രയിൽ ദഹനം ആരംഭിക്കുന്നത് എവിടെയാണെന്നാണ് ചോദ്യം. in the tentacles, in the mouth, in the body cavity, inside the food vacuole. ടെൻഡക്കിളുകളിൽ വെച്ച്, വായ്ക്കുള്ളിൽ വെച്ച്, ശരീരറയിൽ വെച്ച്, ഫുഡ് വാക്യൂളിനുള്ളിൽ വെച്ച്, എവിടെ വെച്ചിട്ടാണ് ഈ പറയുന്ന ഹൈഡ്രയുടെ ഡൈജഷൻ അഥവാ ദഹനം ആരംഭിക്കുന്നത്? അതിൻ്റെ എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻ അഥവാ കോശബാഹ്യ ദഹനം തുടങ്ങുന്നത് എവിടെ വെച്ചിട്ടാണ്? ഇൻ ദ ബോഡി ക്യാവിറ്റി, അല്ലേ? ബോഡി ക്യാവിറ്റി അല്ലെങ്കിൽ ശരീര അറയിൽ വെച്ചിട്ടാണ് ദഹനം ആരംഭിക്കുന്നത്. ഹൈഡ്രയുടെയും അമീബയുടെയും ഈ പറയുന്ന ന്യൂട്രീഷൻ്റെ പ്രോസസ്സ് നിങ്ങൾ കൃത്യമായിട്ട് നോക്കി വെക്കുക. കമ്പയർ ചെയ്യാൻ പരീക്ഷയ്ക്ക് ചോദിക്കും. അടുത്ത ചോദ്യം ഇതാണ്. ഇൻ പ്ലാന്റ്സ് ഗ്ലൂക്കോസ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് ഫോട്ടോസിന്തസിസ് ഇസ് സ്റ്റോർഡ് ആസ് സ്റ്റാർച്ച്. അനലൈസ് ദ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ഗിവ് റീസൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രസ്താവന വിശകലനം ചെയ്ത് കാരണം കണ്ടെത്തുക. പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായി ഉണ്ടാവുന്ന ഗ്ലൂക്കോസിനെ സസ്യങ്ങൾ അന്നജമായിട്ട് സംഭരിക്കുന്നു. ഗ്ലൂക്കോസ് എന്തുകൊണ്ടാണെന്നാണ് ചോദ്യം. ഗ്ലൂക്കോസ് ഇസ് ഇൻസോൾബിൾ ഇൻ വാട്ടർ ബട്ട് സ്റ്റാർച്ച് ഇസ് സോൾബിൾ ഇൻ വാട്ടർ. ബോത്ത് ഗ്ലൂക്കോസ് ആൻഡ് സ്റ്റാർച്ച് ആർ ഇൻസോൾബിൾ ഇൻ വാട്ടർ. Glucose is soluble in water but starch is insoluble in water. Both glucose and starch are soluble in water. എന്താണ്? ഗ്ലൂക്കോസ് ജലത്തിൽ ലയിക്കുന്നില്ല, അന്നജം ജലത്തിൽ ലയിക്കുന്നു. ഗ്ലൂക്കോസ്, അന്നജം എന്നിവ ജലത്തിൽ ലയിക്കുന്നില്ല. ഗ്ലൂക്കോസ് ജലത്തിൽ ലയിക്കുന്നു, അന്നജം ജലത്തിൽ ലയിക്കുന്നില്ല. ഗ്ലൂക്കോസ്, അന്നജം എന്നിവ ജലത്തിൽ ലയിക്കുന്നു. എന്താണ്? നമുക്കറിയാം, പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്ന ഗ്ലൂക്കോസിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? സ്റ്റാർച്ച് അല്ലെങ്കിൽ അന്നജമായിട്ട് കൺവേർട്ട് ചെയ്യും. കാരണം ഗ്ലൂക്കോസ് ഇസ് റെഡിലി സോൾബിൾ ഇൻ വാട്ടർ. ഗ്ലൂക്കോസ് പെട്ടെന്ന് തന്നെ വെള്ളത്തിൽ ലയിച്ചു ചേരും. പക്ഷേ സ്റ്റാർച്ച് എന്താണ്? ഇൻസോൾബിൾ ആണ്, അലയമായതുകൊണ്ടാണ് അതിനെ അന്നജമാക്കിയിട്ട് മാറ്റി വെക്കുന്നത്. സോ ഗ്ലൂക്കോസ് ഇസ് സോൾബിൾ ഇൻ വാട്ടർ ബട്ട് സ്റ്റാർച്ച് ഇസ് ഇൻസോൾബിൾ എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. റെഡി? അടുത്ത ക്വസ്റ്റ്യൻ. കംപ്ലീറ്റ് എ ആൻഡ് ബി അപ്രോപ്രിയേറ്റ്ലി ഇൻ ദ ഗിവൺ ഫ്ലോ ചാർട്ട് ഷോയിങ് ദ ഫോർമേഷൻ ഓഫ് വിറ്റമിൻസ് ഫ്രം ഗ്ലൂക്കോസ് ഇൻ പ്ലാന്റ്സ്. സസ്യങ്ങളിൽ ഗ്ലൂക്കോസിൽ നിന്ന് വിറ്റാമിനുകൾ രൂപപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള ഫ്ലോ ചാർട്ടിലെ എ, ബി എന്നിവ ഉചിതമായി പൂരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഗ്ലൂക്കോസിനെ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഗ്ലൂക്കോസിനെ എന്തായിട്ടാണ് മാറ്റുന്നത്? ഗ്ലൂക്കോസിനെ സ്റ്റാർച്ച് അഥവാ അന്നജമായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അന്നജമായി കൺവേർട്ട് ചെയ്യും. ശേഷം എന്ത് ചെയ്യണം? അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യണം. അതിന് സംവഹനം നടത്തണമെന്നുണ്ടെങ്കിൽ ഈ അന്നജത്തിനെ വേറെ എന്താക്കി മാറ്റും? സൂക്രോസ് ആക്കി മാറ്റും. ഈ അന്നജത്തിനെ സൂക്രോസ് ആക്കി കൺവേർട്ട് ചെയ്യും. സൂക്രോസ്. അതുകൊണ്ടാണ് അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആദ്യം ഗ്ലൂക്കോസിനെ സ്റ്റാർച്ച് ആക്കും, എന്നിട്ട് ഈ സ്റ്റാർച്ചിനെ സൂക്രോസ് ആക്കിയിട്ട് എല്ലാ ഭാഗത്തേക്കും കൺവേർട്ട് ചെയ്യും. ചില സ്ഥലങ്ങളിൽ അതിനെ ഫ്രക്ടോസ് ആയിട്ട് സ്റ്റോർ ചെയ്യും, ചില സ്ഥലങ്ങളിൽ അതിനെ ഗ്ലൂക്കോസ് ആയിട്ട് സ്റ്റോർ ചെയ്യും, ചില സ്ഥലങ്ങളിൽ അതിനെ പ്രോട്ടീനുകളായിട്ട് സ്റ്റോർ ചെയ്യും, ചില സ്ഥലത്ത് അതിനെ ഓയിൽസ്, ഫാറ്റ്സ് ആൻഡ് ഓയിൽസ് ആയിട്ട് സ്റ്റോർ ചെയ്യും. അപ്പോൾ അത് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ചില സ്ഥലത്ത് വിറ്റാമിനുകളായിട്ടും. റെഡി? ഇനി അടുത്തത്. ദ സ്പ്ലീൻ, ബോൺ മാരോ ആൻഡ് തൈമസ് ഗ്ലാൻഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ഡാഷ് സിസ്റ്റം. സ്പ്ലീൻ, അസ്ഥിമജ്ജ, തൈമസ് ഗ്രന്ഥി എന്നിവ ഉൾപ്പെട്ട അവയവ വ്യവസ്ഥയാണ്. ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് സ്പ്ലീൻ, ബോൺ മാരോ, തൈമസ് ഗ്ലാൻഡ്, അതേപോലെ തന്നെ ഈ പറയുന്ന ഓരോ ലിംഫ് നോഡ്, ലിംഫ് ഗ്ലാൻഡ്, ഇതൊക്കെ ഏതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്? നമ്മുടെ ലിംഫാറ്റിക്. ഇപ്പം ഞാൻ അത് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ലിംഫാറ്റിക് സിസ്റ്റം, അല്ലെ? ലിംഫാറ്റിക് വ്യവസ്ഥയുടെ ഭാഗമാണ്. യെസ്, നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂണിറ്റി അഥവാ പ്രതിരോധത്തിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു സിസ്റ്റമാണ് ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത്. റെഡി? അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. അനലൈസ് ദ ഇൻഡിക്കേറ്റേഴ്സ് ഗിവൺ ഇൻ ദ ബോക്സ് ആൻഡ് ഐഡന്റിഫൈ ദ പാർട്ട്. ബോക്സിൽ നൽകിയിരിക്കുന്ന സൂചനകൾ വിശകലനം ചെയ്ത് ഭാഗം ഏതെന്ന് തിരിച്ചറിഞ്ഞെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ലൊക്കേറ്റഡ് ഇൻ ദി വാൾ ഓഫ് ദി റൈറ്റ് ഏട്രിയം. റൈറ്റ് ഏട്രിയത്തിന്റെ ഭിത്തിയിലാണ്, അല്ലെ? വലത് ഏട്രിയത്തിന്റെ ഭിത്തിയിൽ കാണപ്പെടുന്നു. പ്രൊഡ്യൂസസ് ദി ഇലക്ട്രിക്കൽ ഇമ്പൾസസ് നെസസറി ഫോർ ദി കോൺട്രാക്ഷൻ ഓഫ് ഹാർട്ട് ചേംബേഴ്സ്. ഹൃദയ സ്പന്ദനത്തിന് ആവശ്യമായ വൈദ്യുത തരംഗങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന ഭാഗമാണ് ഏത്? എസ് എ നോഡ് അഥവാ പേസ് മേക്കർ എന്ന് നമ്മൾ പറയും, അല്ലെ? പേസ് മേക്കർ. ഇപ്പൊ പേസ് മേക്കറിനെ എവിടെ കാണാൻ പറ്റുന്നത്? നമ്മുടെ വലത് ഏട്രിയം, റൈറ്റ് ഏട്രിയത്തിന്റെ വാളിലായിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടായിരിക്കുക. അതാണ് ഈ പറയുന്ന വേണ്ട ഇലക്ട്രിക്കൽ ഇമ്പൾസസ്, ഹാർട്ട് ബീറ്റ് ചെയ്യാൻ വേണ്ട ഇലക്ട്രിക്കൽ ഇമ്പൾസുകൾ കൊടുക്കുന്നത് എന്നുള്ളത് ഓർത്ത് വെക്കുക. റെഡി? അടുത്ത ചോദ്യമാണ്. ഫൈൻഡ് ഔട്ട് ദി ഫംഗ്ഷൻ ഓഫ് ലിവർ ഫ്രം ദി ഫോളോയിങ്. ചുവടെ നൽകിയിട്ടുള്ളവയിൽ നിന്ന് കരളിന്റെ പ്രവർത്തനം കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. മെക്കാനിക്കൽ ഡൈജഷൻ ഓഫ് ഫുഡ് ഇസ് മെയ്ഡ് പോസിബിൾ ബൈ സെഗ്മെന്റേഷൻ. ഡൈജസ്റ്റ് ഫുഡ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് എൻസൈംസ്. അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രിയൻസ് ടേക്ക് പ്ലേസ്.
ബ്രേക്സ് ഫാറ്റ് ഇൻടു സ്മോൾ പാർട്ടിക്കിൾസ്. എന്താണ്? സെഗ്മെന്റേഷനിലൂടെ ആഹാരത്തിന്റെ യാന്ത്രിക ദഹനം സാധ്യമാക്കുന്നു. എൻസൈമുകളുടെ പ്രവർത്തനത്താൽ ആഹാരത്തെ ദഹിപ്പിക്കുന്നു. പോഷക ഘടകങ്ങളുടെ ആഗിരണം നടക്കുന്നു. കൊഴുപ്പിനെ ചെറുകണികകളാക്കുന്നു. നമുക്കറിയാം ലിവറിൽ ലിവർ എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല? എൻസൈമിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ലിവർ എന്തിനാ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ബൈൽ അല്ലെ, പിത്തരസം അഥവാ ബൈൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഈ ബൈലിൽ എന്താണ്? ബൈലിൽ എന്തില്ല? എൻസൈമുകളില്ല. ലിവറിൽ എന്തുണ്ടാവില്ല? ലിവറിന്റെ ഈ ബൈലിലെ എൻസൈമുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. അപ്പൊ എൻസൈം ഇല്ല. മെക്കാനിക്കൽ ഡൈജഷൻ ലിവറിൽ നടക്കുന്നുണ്ടോ? ഇല്ല. മെയിൻ ആയിട്ട് നമുക്കറിയാം നമ്മുടെ സ്റ്റൊമക്കിലും സ്മോൾ ഇൻറ്റസ്റ്റൈനിലും ഒക്കെയാണ് ഈ പറയുന്ന മെക്കാനിക്കൽ ഡൈജഷൻ നടക്കുന്നത്. അതുകൊണ്ട് അതും നമുക്ക് കട്ട് ചെയ്യാം. അബ്സോർപ്ഷൻ നടക്കുന്നത് മെയിൻലി നടക്കുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈൻ അഥവാ ചെറുകുടലിൽ വെച്ചിട്ടാണ്. പിന്നെ ബാക്കിയുള്ള കുറച്ച് ലാർജ് ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ടും നടക്കുന്നുണ്ടായിരിക്കും. ബ്രേക്സ് ഫാറ്റ് ഇൻടു സ്മോൾ പാർട്ടിക്കിൾസ്. കൊഴുപ്പിനെ ചെറുകണികകളാക്കാൻ ആര് സഹായിക്കും? നമ്മുടെ ബൈൽ എന്ന് പറയുന്നത് സഹായിക്കും. ബൈൽ സഹായിക്കും. എന്തില്ല? ബൈലിൽ എൻസൈമുകൾ ഇല്ല. Next question, identify the word relation and fill in the blanks suitably. Contraction of ventricle, ventricular systole. വെൻട്രിക്കിളുകളുടെ സങ്കോചത്തിന് വെൻട്രിക്കുലർ സിസ്റ്റോൾ എന്ന് പറഞ്ഞാൽ റിട്ടേൺ ടു ദ പ്രീവിയസ് സ്റ്റേറ്റ് ഓഫ് ഏട്രിയ ആൻഡ് വെൻട്രിക്കിൾസ്. ഏട്രിയങ്ങളുടെയും വെൻട്രിക്കിളുകളുടെയും പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നതിനെ നമ്മൾ എന്ത് പറയും? ഒരുമിച്ച് അല്ലെ, ഈ പറയുന്ന കോൺട്രാക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏട്രിയത്തിന്റെയും വെൻട്രിക്കിളിന്റെയും കോൺട്രാക്ഷൻ കഴിഞ്ഞാൽ അവർ ഒരുമിച്ച് എന്ത് ചെയ്യുന്നു? പ്രീവിയസ് സ്റ്റേറ്റിലേക്ക്, അവരുടെ പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചു വരുന്നു. ഒരുമിച്ചായതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ജോയിന്റ് ആയിട്ടാണ് അല്ലെ. ഒരുമിച്ചായതുകൊണ്ട് തന്നെ എന്താണ്? ജോയിന്റ് ഡയസ്റ്റോൾ. ജോയിന്റ് ഡയസ്റ്റോൾ. ഓക്കെ, ജോയിന്റ് ഡയസ്റ്റോൾ എന്ന് പറയുന്നതാണ്. റെഡി ആണല്ലോ? അടുത്ത ചോദ്യം നോക്കാം. വിച്ച് ഇസ് എ കറക്റ്റ് ഇലസ്ട്രേഷൻ റിലേറ്റഡ് ടു ദി ട്രാൻസ്പോർട്ട് ഓഫ് സബ്സ്റ്റൻസസ് ഇൻ ആനിമൽസ്? ജന്തുക്കളിലെ പദാർത്ഥ സംവഹനവുമായി ബന്ധപ്പെട്ട ശരിയായ ചിത്രീകരണം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എക്സ്റ്റേണൽ എൻവയോൺമെന്റിൽ നിന്നും എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്, സെൽ മെംബ്രെയിൻ, സൈറ്റോപ്ലാസം. ഇപ്പൊ നമുക്കറിയാം ആനിമൽസിന്റെ കേസിൽ എന്താണ്? പുറമേ നിന്നും എക്സ്റ്റേണൽ എൻവയോൺമെന്റിൽ നിന്നും നേരെ എങ്ങോട്ടെത്തും? നേരെ നമ്മുടെ ഈ പറയുന്ന സെല്ലിന്റെ ഇടയിലുള്ള കോശങ്ങൾക്കിടയിലുള്ള ദ്രവം അഥവാ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിലേക്ക് എത്തും. എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൽ നിന്നും നേരെ എങ്ങോട്ട് പോകും? സൈറ്റോപ്ലാസത്തിലേക്ക്. ആരിലൂടെ? സെൽ മെംബ്രെയിൻ അഥവാ കോശസ്തരം വഴി കോശദ്രവ്യത്തിലേക്ക് എത്തും. അപ്പൊ ആദ്യം എക്സ്റ്റേണൽ ആയിട്ടുള്ള എൻവയോൺമെന്റിൽ നിന്ന് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിലേക്ക് എത്തും. അവിടെ നിന്ന് എങ്ങോട്ട് പോകും? കോശദ്രവ്യത്തിലേക്കാണ് പോകേണ്ടത്. പക്ഷെ കോശദ്രവ്യത്തിലേക്ക് പോകണമെങ്കിൽ ആര് വഴി പോവും? കോശസ്തരം അഥവാ സെൽ മെംബ്രെയിൻ, കോശസ്തരം വഴി പോവും. റെഡി ആണല്ലോ? യെസ്. അപ്പൊ ഏതാണ് ഓർഡർ? എക്സ്റ്റേണൽ എൻവയോൺമെന്റ്, അതിൽ നിന്നും എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്. അപ്പൊ ഇത് രണ്ടും കട്ട് ചെയ്യാം. എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൽ നിന്ന് സെൽ മെംബ്രെയിൻ വഴി സൈറ്റോപ്ലാസം. സോ ആദ്യത്തെയാണ് നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. റെഡി ആണല്ലോ? അടുത്ത ചോദ്യം നോക്കൂ. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. Choose the correct one related to the processes that help in exchange of materials. എന്താണ്? പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്ന പ്രക്രിയകളുമായി ബന്ധപ്പെട്ട് ശരിയായത് തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ജലത്തിന് മാത്രം ബാധകം. 2 ഊർജം ആവശ്യമുള്ളത്. ഇനി 3 ഗാഢത കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക്. 4 വാഹക പ്രോട്ടീൻ ആവശ്യമായിട്ട് വരുന്നത്. ആപ്ലിക്കബിൾ ടു വാട്ടർ ഓൺലി. എനർജി റിക്വയർഡ് ഫ്രം എ റീജിയൻ ഓഫ് ഹയർ ടു ലോവർ കോൺസെൻട്രേഷൻ. Yes, from a region of higher to lower concentration. Carrier protein required. അപ്പോൾ പറയൂ, applicable to water only എന്ന് പറഞ്ഞാൽ ഇത് ഉറപ്പാണ്, ഇത് ഓസ്മോസിസ് ആണ്. അപ്പോൾ എന്ന് പറയുന്നത് എന്തായാലും ഓസ്മോസിസിന്റെ ഭാഗമാണ്. യെസ്. അപ്പോൾ 1 ഓസ്മോസിസ് ആയതുകൊണ്ട് നമുക്ക് ഇത് തെറ്റാണ് അല്ലേ? ഇതെന്തായാലും തെറ്റാണെന്ന് പറയാം. 1 ഓസ്മോസിസ് ആയതുകൊണ്ട് ഇതിനും ചാൻസ് ഉണ്ട്, ഇനി ഇതിനും ചാൻസ് ഉണ്ട്. റെഡി? ഇതിനും ചാൻസ് ഉണ്ട്, ഇതും നമുക്ക് കളയാം. ഇനി രണ്ടാമത്തെ, എനർജി റിക്വയർഡ് ആണ് എന്നുണ്ടെങ്കിൽ അത് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആയിരിക്കും. എനർജി വേണമെന്നുണ്ടെങ്കിൽ അത് ആക്റ്റീവ് ആയിട്ടുള്ള ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൽ മാത്രമാണ് എന്താവശ്യം? ഊർജ്ജം ആവശ്യമായിട്ടുള്ളത്. കാരണം അത് കുറഞ്ഞ കോൺസെൻട്രേഷനിൽ നിന്ന് കൂടിയ കോൺസെൻട്രേഷനിലേക്കാണ് പോകുന്നത്. ഓക്കെ. ഇനി ഫ്രം എ റീജിയൻ ഓഫ് ഹയർ ടു ലോവർ എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് പറയാം ഏതാണ്? ഓസ്മോസിസ് വരും, ഡിഫ്യൂഷൻ വരും, എല്ലാം വരും. റെഡി ആണല്ലോ? 2 എന്ന് പറയുന്ന ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. കാരിയർ പ്രോട്ടീൻ റിക്വയർഡ് ആയിട്ടുള്ളത് ഏതാണ്? യെസ്, കാരിയർ പ്രോട്ടീൻ റിക്വയർഡ് എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് 2 എണ്ണേ തന്നിട്ടുള്ളൂ. ഇതും ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൽ നമുക്ക് കൊടുക്കാം. കാരിയർ പ്രോട്ടീൻ വേണം, ആക്റ്റീവിലും കാരിയർ പ്രോട്ടീൻ വേണം. ഹയർ ടു ലോവർ എന്ന് പറയുമ്പോൾ ഇത് ഓസ്മോസിസ്. യെസ്. അപ്പോൾ 1ഉം 3ഉം ഓസ്മോസിസ് ആണ്. 1ഉം 3ഉം ഓസ്മോസിസ് ആണ്. എനർജി റിക്വയർഡ് നമുക്കറിയാം 1, 2 ഓസ്മോസിസ് ആവില്ല. എനർജി ഇതിന് ആവശ്യമായിട്ടുള്ള ഓസ്മോസിസ് ആവശ്യമായിട്ടില്ല. അപ്പോൾ ഇത് തെറ്റാണ്. ഓപ്ഷൻ 3 ആണ് റൈറ്റ് ആൻസർ. 2ഉം 4ഉം എനർജി റിക്വയർഡ് എന്നുള്ളതും 4 എന്ന് പറയുന്നതും ആക്റ്റീവ് ട്രാൻസ്പോർട്ടിന്റെ ഭാഗമാണ്. റെഡി ആണല്ലോ? സോ ഓപ്ഷൻ സി ഇസ് ദി റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി. ഓക്കെ, ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം.
ഓക്കെ, അപ്പൊ അത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയി എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇനിയും നമുക്ക് ഒരുപാട് എക്സാംസ് ഉണ്ട്, ഇനിയും വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യും, ഷോർട്സ് അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓൾസോ ഞാൻ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തരാണ്, ആ ക്വസ്റ്റിൻ്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: ഫോട്ടോസിന്തസിസിലെ ലൈറ്റ് ഫേസ് അഥവാ പ്രകാശഘട്ടം എവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്? എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഫോട്ടോസിന്തസിസിലെ ലൈറ്റ് ഫേസും ഡാർക്ക് ഫേസും. അപ്പൊ അതിലെ ലൈറ്റ് ഫേസ് അഥവാ പ്രകാശഘട്ടം നടക്കുന്നത് എവിടെ വെച്ചാണ്? ഇതാണ് ചോദ്യം. ഇതിന്റെ ഉത്തരം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.